ചാലക്കുടി മണ്ഡലത്തിലും കൊട്ടിക്കലാശം ആവേശഭരിതമാക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് മുന്നണികൾ. മെഗാ റോഡ് ഷോയോടെയാണ് പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ പരസ്യപ്രചാരണത്തിന് ഇന്ന് സമാപനമാകുന്നത്. കോലഞ്ചേരിയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ പുരോഗമിക്കുകയാണ്. വൈകിട്ട് അങ്കമാലിയിലാണ് കൊട്ടിക്കലാശം. ചാലക്കുടി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ മെഗാ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. രാവിലെ കുന്നത്തനാട് നിയമസഭാ മണ്ഡലത്തിലെ കോലഞ്ചേരിയിൽ നിന്നാണ് രവീന്ദ്രനാഥിൻ്റെ റോഡ് ഷോയ്ക്ക് തുടക്കമായത്. ഇന്ന് കൊട്ടിക്കലാശമാണ്. കൂടുതൽ ആവേശഭരിതമായി കൊട്ടിക്കലാശിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും LDF പ്രവർത്തകർ നേരത്തെ തന്നെ നടത്തിയതാണ്. രവീന്ദ്രമാഷ് ഇപ്പോൾ അവസാനമായി ഈ മണ്ഡലമൊട്ടാകെ പര്യടനം നടത്തുകയാണ്. ഈ മെഗാ റോഡ് ഷോ എന്ന് പറയുമ്പോൾ കുന്നത്തനാട് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ടർമാരെ കാണുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. ഈ ഘട്ടത്തിൽ LDF സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് തന്നെ കൈരളി ന്യൂസിനൊപ്പം ചേരുകയാണ്. മാഷ, ഇന്ന് കൊട്ടിക്കലാശമാണ്, അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. എങ്ങനെയാണ് പ്രതീക്ഷകൾ? ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ആയിട്ടാണ് വാസ്തവത്തിൽ ഈ റോഡ് ഷോ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രകടന വാഹന പര്യടനം അവസാനിച്ചതാണ്. ആ വാഹന പര്യടനം അവസാനിക്കുന്നതോടുകൂടി തന്നെ ജനങ്ങൾ പൂർണ്ണമായിട്ടും LDFിൻ്റെ പക്ഷത്താണ് എന്ന് അനുഭവത്തിലൂടെ മനസ്സിലാക്കി. അതുകൊണ്ട് വിജയം ഉറപ്പാണ്. ഏതാണ്ട് 2 മാസത്തോളം നീണ്ട പ്രചാരണമായിരുന്നല്ലോ. നമ്മൾ ആദ്യമേ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മണ്ഡലത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകളെല്ലാം ജനങ്ങളോട് പറയുന്നുണ്ട്. അതെല്ലാം ജനങ്ങളിലേക്ക് എത്തി എന്ന തോന്നൽ ഈ ഘട്ടത്തിലുണ്ടോ? തീർച്ചയായിട്ടും അത് അവസാനം എത്തിയപ്പോഴേക്കും കൃത്യമായ രാഷ്ട്രീയ ചർച്ചയായിട്ട് മാറി. തുടക്കം സ്കാറ്റേർഡ് ആയിട്ടുള്ള ചർച്ചയായിരുന്നു, പല വിഷയങ്ങളും. അതെല്ലാം ഫിൽട്ടർ ചെയ്ത് അവസാനം യഥാർത്ഥ രാഷ്ട്രീയം തന്നെയായി ചർച്ച. മതേതരത്വം നിലനിർത്തണം എന്നുള്ള വലിയൊരു ചിന്ത മനുഷ്യൻ്റെ ഓരോരുത്തരുടെയും മനസ്സിൽ വന്നിട്ടുണ്ട്. അല്ല, ഫെഡറലിസം അത് നിലനിർത്തണം. അതുപോലെ അസമത്വം വല്ലാതെ വർദ്ധിച്ചു വരികയാണ് ഇപ്പോൾ ഇന്ത്യയിൽ. ഇന്ത്യ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അതുകൊണ്ട് ആ സമത്വം നിലനിർത്തണം, ഫെഡറലിസം നിലനിർത്തണം. ഇതെല്ലാം ഇടതുപക്ഷത്തിന് മാത്രമേ ശക്തമായി പാർലമെൻറ്റിൽ ഉന്നയിക്കാൻ കഴിയുള്ളൂ എന്ന് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. അത് കൃത്യമായ ഒരു രാഷ്ട്രീയ തിരിച്ചറിവാണ്. അതുപോലെ വികസന രാഷ്ട്രീയവും ഇപ്പോൾ നവചാലക്കുടി എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചത് ജനങ്ങൾ നല്ലതുപോലെ സ്വീകരിച്ചിട്ടുണ്ട്. പലരും എന്നോട് നേരിട്ട് അതൊരു പുതിയ ഒരു ആശയമാണല്ലോ എന്ന് പറഞ്ഞ് അത് ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതായത് LDFിൻ്റെ ഇവിടുത്തെ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടെ ഈ നവചാലക്കുടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നെടുമ്പാശ്ശേരി എയറോ സിറ്റി പോലുള്ള ധാരാളം പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ട് അല്ലേ? വെച്ചിട്ടുണ്ട്, പ്രകടന പത്രികയിൽ വെച്ചിട്ടുണ്ട്. നവചാലക്കുടിയുടെ ആശയം പലതിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സംബന്ധിച്ചിട്ടുണ്ട്. അപ്പം നവചാലക്കുടി വാസ്തവത്തിൽ നവകേരളത്തിൻ്റെ ചുവട് പിടിച്ചതായതുകൊണ്ട് അതിന് ഒരു സാംസ്കാരിക പശ്ചാത്തലമുണ്ട്, രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്, സാമൂഹ്യ പശ്ചാത്തലമുണ്ട്. തന്നെയല്ല ഒരു ഇടതുപക്ഷ രീതിയിലുള്ള ഒരു വികസനമാണ്. അപ്പം അതിൻ്റെ വ്യത്യസ്തത കണ്ട് ജനങ്ങൾ അത് സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പേ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതാണ്. മാർച്ച് ഉൾപ്പെടെ ഫെബ്രുവരി 27 മുതൽ ഈ മണ്ഡലത്തിലുണ്ട്. അപ്പോൾ ഓരോ ഘട്ടത്തിലും, ഇപ്പോൾ പൊതുപര്യടന സമയത്താണെങ്കിലും ഓരോ ഘട്ടത്തിലും ഓരോ സ്വീകരണ കേന്ദ്രത്തിലും വലിയ ജനക്കൂട്ടം കാണുന്നുണ്ട്. അപ്പോൾ ജനങ്ങളുടെയൊക്കെ ഒരു റെസ്പോൺസ്, അതിനെയൊക്കെ മാഷ എങ്ങനെയാണ് കാണുന്നത്? ജനങ്ങൾ ഓരോ ഘട്ടത്തിലും കൂടുതൽ പേർ ഓരോ സ്വീകരണ കേന്ദ്രത്തിൽ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. കൂടുതൽ എണ്ണം പേര് നമ്മുടെ ഈ സ്വീകരണത്തിന് വരുന്നു. അവർ വളരെ ശ്രദ്ധയോടുകൂടി പറയുന്നത് കേട്ടു നിൽക്കുന്നു. അതിനുശേഷം അവരുടെ നമ്മളോടുള്ള ഒരു റിഫ്ലക്സ്, അതൊക്കെ നോക്കുമ്പോൾ വളരെ ആവേശമുണ്ടാക്കുന്നു. വെറുതെ ഒരു സന്തോഷം ഉണ്ടാക്കുന്നതല്ല, ശരിക്കും ആവേശം ഉണ്ടാക്കുന്നത്. LDFിനോട് ഇത്രയധികം ജനങ്ങൾക്ക് മനസ്സിനടുപ്പമുണ്ട് എന്ന് തോന്നൽ കൃത്യമായിട്ടുണ്ടാകുന്നത്. ഈ മണ്ഡലത്തിലെ 2020 പോലുള്ള ചില രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുന്നുണ്ടല്ലോ, അവരുടെയൊക്കെ ഈ ഒരു സാന്നിധ്യം ഏതെങ്കിലും തരത്തിൽ നമ്മുടെ വോട്ടിങ്ങിനെ ബാധിക്കുന്നുണ്ട്? ഇല്ല, അല്ല, അവർ മത്സരിക്കുന്നുണ്ട്, എല്ലാവരും മത്സരിക്കുന്നുണ്ട് നമ്മൾ തന്നെ. പക്ഷേ അതൊക്കെ ജനാധിപത്യ പ്രക്രിയ ഘടകമാണ്. ഇത് പൊളിറ്റിക്സായിട്ട് വരും, രാഷ്ട്രീയമായിട്ട് വരും. രാഷ്ട്രീയ ചർച്ചയായിട്ട് വരുമ്പോൾ LDFും UDFും തന്നെയാണ്. അവിടെ LDF നിസ്സംശയം വിജയിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്നിപ്പോൾ കൊട്ടിക്കലാശാണ്. എങ്ങനെയാണ്? അങ്കമാലിയിലാണല്ലോ കൊട്ടിക്കലാശിക്കുന്നത്. അതിന് മുമ്പ് എല്ലാ മണ്ഡലങ്ങളിലും സഞ്ചരിക്കുക എന്നുള്ളതാണ്. എല്ലാ മണ്ഡലങ്ങളും സഞ്ചരിക്കും. ഇപ്പോൾ കുന്നത്തനാട് തുടങ്ങി ബാക്കി എല്ലാ മണ്ഡലങ്ങളും സഞ്ചരിച്ച അവസാനം അങ്കമാലിയിലാണ് കൊട്ടിക്കലാശം.
തീർച്ചയായും ഈ അവസാന ഘട്ടത്തിലും, അതായത് കൊട്ടിക്കലാശ ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇടതുപക്ഷം, പ്രത്യേകിച്ച് LDF സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. അദ്ദേഹം അവസാനവട്ട പരസ്യപ്രചാരണത്തിൻ്റെ ഭാഗമായി മണ്ഡലമൊട്ടാകെ സഞ്ചരിച്ച വോട്ടർമാരെ നേരിൽ കണ്ടുവരികയാണ്. വലിയ ആവേശത്തിലാണ് പ്രവർത്തകരും.